ശശി തരൂർ റെയ്സിന ഡയലോഗിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ശശി തരൂർ പറഞ്ഞതും കോൺഗ്രസിൻ്റെ നിലപാടും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കോൺഗ്രസിന് ആ അർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് തലവേദനയാവില്ല. അതിനെ BJP രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? റെയ്സിന ഡയലോഗ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ ഫോറങ്ങളിൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച്, ജിയോ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒന്ന് വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും കൂടി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ പുതിയ കാലഘട്ടത്തേക്കുള്ള ഒരു നോട്ടത്തെക്കുറിച്ച് ലുക്കിംഗ് ബാക്ക് ടു ലുക്ക് ഫോർവേഡ് എന്ന വിഷയത്തിലാണ് ഈ ചർച്ച സംഘടിപ്പിച്ചത്. ആ ചർച്ചയിലാണ് ശശി തരൂർ ഒന്ന് രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വിവാദമാകേണ്ടതുണ്ടോ എന്നതാണൊരു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശശി തരൂർ ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ശശി തരൂരല്ല. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഡിപ്ലോമസിയിൽ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, നാഷണൽ ഇൻട്രസ്റ്റിനു വേണ്ടി ആ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകളെ എല്ലാ കാലത്തും പരമാവധി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെയാണ് കണ്ടിരിക്കുന്നത്.